മിഴിയോരം. നമസ്കാരം. മിഴിയോരത്തിന്റെ സാരഥ്യ സെഗ്മെന്റിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് സാരഥ്യം നമ്മൾ സംസാരിക്കുന്നത് നാച്ചുറോപ്പത്തിക് ട്രീറ്റ്മെന്റിനെ കുറിച്ചാണ്. സമ്പൂർണ്ണ ആരോഗ്യത്തിന് പ്രകൃതി ചികിത്സ. നമ്മൾ കഴിഞ്ഞ 2 എപ്പിസോഡുകൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു. എന്നാൽ നിരവധി കോളേഴ്സ് ഉള്ളത് കാരണം നമുക്ക് ആ ഒരു ടോപ്പിക് കൺക്ലൂഡ് ചെയ്യാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ നമ്മൾ ഇന്ന് അതിന്റെ ബാക്കിയായിട്ടാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ഓറ ആയുർവേദിക് ആൻഡ് യോഗ സെന്ററിലെ ചീഫ് കൺസൾട്ടന്റും മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ ദിനേശ് കത്തയാണ്. കഴിഞ്ഞ എപ്പിസോഡുകളിൽ നാച്ചുറോപ്പത്തിക് ട്രീറ്റ്മെന്റ് എന്താണെന്നും അല്ലെങ്കിൽ പഞ്ചഭൂതങ്ങളെ കൊണ്ടുള്ള ട്രീറ്റ്മെന്റിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു തുടങ്ങിയിരുന്നു. അതിൽ 2 കാര്യങ്ങൾ മാത്രമേ നമ്മൾ പറഞ്ഞു തുടങ്ങിയിരുന്നു. അതായത് ക്ലേ കൊണ്ടുള്ള ട്രീറ്റ്മെന്റിനെ കുറിച്ചും വെള്ളം കൊണ്ടുള്ള ട്രീറ്റ്മെന്റിനെ കുറിച്ചും. ഭയങ്കര രസകരമായിട്ടുള്ളതാണ് നമുക്ക് വെള്ളം കൊണ്ടുള്ള ട്രീറ്റ്മെന്റിനെ പറ്റി നമുക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് പല രീതികൾ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ അതിന്റെ ബാക്കിയായിട്ട് നമ്മൾ ഇന്ന് സംസാരിക്കുന്നുണ്ട്. ഒപ്പം പുതിയ പ്രേക്ഷകർക്ക് വേണ്ടി അതിന്റെ ഒരു ബ്രീഫിംഗ് നമ്മൾ ഇന്ന് നടത്തുന്നുണ്ട്. അപ്പോൾ നമസ്കാരം ഡോക്ടർ. നമസ്കാരം. മിഴിയോരത്തിലേക്ക് സ്വാഗതം. താങ്ക് യു. അപ്പൊ നമ്മൾ ഇന്ന് പഞ്ചഭൂതങ്ങളെ കൊണ്ടുള്ള ട്രീറ്റ്മെന്റിനെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു തുടങ്ങിയിരുന്നു. പക്ഷെ നമുക്കത് കൺക്ലൂഡ് ചെയ്യാനായിട്ട് സാധിച്ചില്ല. നിരവധി പ്രേക്ഷകരുടെ സംശയങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ നമുക്കിന്ന് ഒരു പക്ഷേ അന്നത്തെ എപ്പിസോഡിലെ പ്രേക്ഷകരും ഉണ്ടാകാം, പിന്നെ പുതിയ പ്രേക്ഷകരും ഉണ്ടാകാം. അപ്പൊ അവർക്കൊന്ന് പറഞ്ഞു തുടങ്ങിക്കൊണ്ട് നമുക്ക് ബാക്കി ഭാഗത്തിലേക്ക് പോകാം. തീർച്ചയായിട്ടും. നമ്മൾ ഇവിടെ നാച്ചുറോപ്പതി അഥവാ പ്രകൃതി ചികിത്സയെക്കുറിച്ചുള്ള ഡിസ്കഷനാണ് നമ്മൾ ഈ കഴിഞ്ഞ 2 എപ്പിസോഡുകളിൽ ഇപ്പോൾ ലക്ഷ്മി സൂചിപ്പിച്ച പോലെ തന്നെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പരമ്പരാഗത ചികിത്സകൾ തമ്മിലുള്ള ഒരു അടിസ്ഥാനപരമായ ബന്ധത്തെക്കുറിച്ച് നമ്മൾ പറയുകയുണ്ടായി കഴിഞ്ഞ എപ്പിസോഡിലെല്ലാം. അതായത് ആയുർവേദത്തിനാണെങ്കിലും പ്രകൃതി ചികിത്സയ്ക്കാണെങ്കിലും യുനാനിക്കാണെങ്കിലും സിദ്ധയ്ക്കാണെങ്കിലും അക്യുപഞ്ചറിനാണെങ്കിലും എല്ലാം തന്നെ ബേസ് ലൈനായി ഈ കൺസെപ്റ്റുകളുടെ പേരുകൾ വ്യത്യാസമുണ്ടാകാം. അതുമല്ലെങ്കിൽ പറയുന്ന കാര്യങ്ങളിൽ വ്യത്യാസമുണ്ടെങ്കിൽ തന്നെ ബേസ് ലൈൻ പലപ്പോഴും ഒന്നായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഉദാഹരണത്തിന് പഞ്ചഭൂതങ്ങൾ, മഹാഭൂതങ്ങൾ, ഈ പഞ്ചഭൂതങ്ങൾ ഇവയുടെ വ്യത്യസ്ത രീതിയിലുള്ള ഉപയോഗം, അതുമല്ലെങ്കിൽ ഇവ എല്ലാ ഈ പരമ്പരാഗത ചികിത്സകളുടെയും അടിസ്ഥാന സിദ്ധാന്തത്തിൽ ഇവ ഉൾപ്പെടുന്നുണ്ട്. ഈവൻ ചൈനീസ് ചികിത്സാ രീതികളുടെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ പറയുമ്പോൾ പോലും അവർ പഞ്ചഭൂതങ്ങളെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഈ പഞ്ചഭൂതങ്ങളിൽ ഏറ്റവും പ്രധാനമായ ജലം എങ്ങനെ നമ്മളുടെ ശാരീരിക ആരോഗ്യത്തെ ബാധിക്കുന്നു, അതുമല്ലെങ്കിൽ ജലത്തെ എങ്ങനെ ചികിത്സാപരമായിട്ട് വാട്ടർ തെറാപ്പി, അതുമല്ലെങ്കിൽ ഹൈഡ്രോ തെറാപ്പി, അതിൻ്റെ സാധ്യതകളെക്കുറിച്ചെല്ലാം നമ്മൾ പറയുകയുണ്ടായി. പറഞ്ഞ പോലെ കഴിഞ്ഞ തവണ ഈ ഒരു എപ്പിസോഡ് മിസ്സായിട്ടുള്ള ആളുകൾക്ക് വേണ്ടി ഒന്നുകൂടി ഒരു ഓർമ്മ കൊടുത്ത്, ഇതിൽ ജലചികിത്സ, ഇപ്പോൾ വാട്ടർ തെറാപ്പി എന്ന് പറയുമ്പോൾ അത് കേവലം നമ്മൾ കുറേ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുക എന്നുള്ള ഒരു ചികിത്സാ രീതിയല്ല. വെള്ളത്തിൻ്റെ പലതരത്തിലുള്ള പ്രത്യേകതകൾ നമ്മൾ ഇതിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഉദാഹരണത്തിന് തണുത്ത വെള്ളത്തിന് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ആക്ഷനാണ് ശരീരത്തിനുള്ളത്. ഇതേപോലെ തന്നെ ചൂട് ഉള്ള ജലത്തിന്, അതേപോലെ സമശീതോഷ്ണമായ ജലത്തിന്, ഈ 3 തരത്തിലുള്ള താപനിലകളിലുള്ള ജലത്തിനും ശരീരത്തിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ വ്യത്യസ്തങ്ങളാണ്. നമുക്ക് തന്നെ അറിയാം, വളരെ തണുത്തുറഞ്ഞ ഒരു വാട്ടർ പൂളിലേക്ക് നമ്മൾ എടുത്തു ചാടിയാൽ, അതുമല്ലെങ്കിൽ തണുത്ത വെള്ളം, നല്ല മഞ്ഞുകട്ട പോലെയുള്ള വെള്ളത്തിലേക്ക് നമ്മൾ എടുത്തു ചാടിയാൽ എന്താണ് സംഭവിക്കുന്നത്? ശരീരമാകെ ഒന്ന് പെട്ടെന്ന് ഞെട്ടുകയാണ് ചെയ്യുക, അല്ലേ? ഒന്ന് ഞെട്ടി ഉണരുകയാണ്. ഇത് തന്നെയാണ് ശരിക്ക് കോൾഡ് വാട്ടർ ട്രീറ്റ്മെൻറ്റ്സിൻ്റെ ഇഫക്റ്റും. അതായത് തണുപ്പ് ശരീരത്തിൻ്റെ സിരാകൂടങ്ങളെ ഒന്ന് ഉത്തേജിപ്പിക്കാൻ, അതുമല്ലെങ്കിൽ ഇവയെ കൂടുതൽ പ്രവർത്തനക്ഷമമാക്കാനായിട്ട് തണുപ്പിന് കഴിയും. പക്ഷേ തണുപ്പ് തന്നെ കൂടുതൽ സമയം നിന്ന് കഴിഞ്ഞാൽ നമുക്കറിയാം, ഇത് നേഴ്സിൻ്റെ സ്റ്റിമുലേഷൻ ഓവറായി കഴിഞ്ഞാൽ സ്വാഭാവികമായും അത് പിന്നീട് തളർച്ചയിലേക്കാണ് ചെല്ലുക. അപ്പോൾ ചികിത്സാപരമായ രീതിയിൽ നമ്മൾ ജലചികിത്സയെ ഉപയോഗപ്പെടുത്തുമ്പോൾ തണുത്ത വെള്ളം ഈ പറഞ്ഞ രീതിയിൽ ശരീരത്തിന് ക്ഷീണവും മറ്റും ബാധിച്ചിരിക്കുന്ന അവസ്ഥകളിൽ എന്ന് പറഞ്ഞ് പനിയുള്ളപ്പോൾ ഉടൻ തന്നെ തണുത്ത വെള്ളത്തിൽ, അതാണ് ഇവിടെയാണ് ഒരു ചികിത്സാരിയുടെ അറിവിൻ്റെയും എക്സ്പീരിയൻസിൻ്റെയും കാര്യം വരുന്നത്. അപ്പോൾ ഇതല്ലാതെ ശരി, ഡോക്ടർ പറഞ്ഞു, പരിപാടിയിൽ പറഞ്ഞു, ക്ഷീണിച്ചിരിക്കുമ്പോൾ തണുത്ത വെള്ളത്തിൽ ചാടുന്നതല്ല എന്ന് പറഞ്ഞു പനിക്ക് ഉടൻ തന്നെ തണുത്ത വെള്ളത്തിലേക്ക് ചാടണമെന്നല്ല. അപ്പോൾ പക്ഷേ പനിക്ക് സ്വാഭാവികമായും നമ്മൾ കാലങ്ങളായിട്ട് നമ്മൾ അറിയാതെ തന്നെ ചെയ്യുന്ന ഒരു ഹൈഡ്രോ തെറാപ്പിയാണ് സ്പഞ്ചിങ്, അല്ലേ? തണുത്ത വെള്ളത്തിൽ നമ്മൾ വളരെ ലൈറ്റായിട്ട് ഒന്ന് ശരീരത്തിൽ ഒപ്പിക്കൊടുക്കുന്നത്. അതേപോലെ നെറ്റിയിൽ തണുത്ത ഐസോ മറ്റോ വെച്ച് ചെറിയ പാക്ക് നൽകുന്നത്, അല്ലെ? പനിയെല്ലാം കൂടി നിൽക്കുമ്പോൾ ഇതെല്ലാം നമ്മൾ അറിയാതെ തന്നെ നമ്മൾ നടത്തി വരുന്ന പ്രകൃതി ജീവന, അതുമല്ലെങ്കിൽ ജല ചികിത്സയുടെ ഭാഗങ്ങൾ തന്നെയാണ്. ഇനി ഇതേപോലെ തന്നെ ഉറക്കം കുറവ്, ഇതേപോലെയുള്ള പ്രശ്നങ്ങൾ, അതേപോലെ തന്നെ ശരീരം അമിതമായിട്ട്
ഒന്ന് ഈ പറഞ്ഞ പോലെ ഉത്തേജിതമായിട്ടിരിക്കുന്ന അവസ്ഥകളിൽ ശരീരത്തിനെ ഒന്ന് ശാന്തമാക്കാനായിട്ട് ചൂടുള്ള വെള്ളത്തിന് സാധ്യമാണ്. അപ്പോൾ ഒരു സെഡേറ്റീവ് ഇഫക്റ്റിന് സെഡേറ്റീവ് ഇഫക്റ്റുകൾക്ക് പ്രത്യേകിച്ച് വേദനകൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം നമുക്ക് ചൂടുവെള്ളമാണ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുക. അപ്പോൾ ഇതും നമ്മൾ കണ്ടിട്ടുള്ളതാണ് അല്ലേ. നടുവേദന വന്നാൽ പലരും ചെയ്യുന്നത് ഒരു ഹോട്ട് വാട്ടർ ബാത്ത് എടുക്കും, അതുമല്ലെങ്കിൽ ഹോട്ട് വാട്ടർ ബാഗ് അല്ലേ വേദനയുള്ള ഭാഗങ്ങളിൽ വയ്ക്കുന്നു. അതുമല്ലെങ്കിൽ പണ്ട് കാലത്താണെങ്കിൽ കുപ്പിയിലെല്ലാം വെള്ളം നിറച്ച് ആളുകൾ നടുവിന് തിരുമുകയെല്ലാം ചെയ്യും. അപ്പോൾ ഇതെല്ലാം നമ്മൾ അറിയാതെ, ഇതുകൊണ്ട് തന്നെയാണ് ഇത് പ്രകൃതി ജീവനവുമായി ജലചികിത്സയ്ക്ക് അത്യന്തമായ ബന്ധമുണ്ട് എന്ന് നമ്മൾ പറയാനും കാരണം. അപ്പോൾ നമ്മൾ അറിയാതെ നമ്മൾ സ്വാഭാവികമായും ഒരു ഫസ്റ്റ് എയ്ഡ് എന്ന രീതിയിൽ പലപ്പോഴും ചെയ്യുന്നത് പ്രകൃതി ചികിത്സയിൽ ഇത് പ്രത്യേകമായിട്ട് നാച്ചുറോപ്പതിയിൽ പ്രത്യേകമായിട്ട് തന്നെ ഇതിനെ ചികിത്സാപരമായിട്ട് തന്നെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നു. അപ്പോൾ ഇതെല്ലാം നമ്മൾ സാധാരണമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ. പക്ഷേ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ഹൈഡ്രോതെറാപ്പിയിലേക്ക് പോകുമ്പോൾ ഈ വെള്ളത്തിൻ്റെ തന്നെ സാധ്യതകളെ കുറെ കൂടി നമ്മൾ ഉപയോഗപ്പെടുത്തുന്നു. ഉദാഹരണത്തിന് നമുക്കറിയാം ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ എന്താണ്? ഒരു വസ്തു വെള്ളത്തിൽ മുങ്ങിക്കഴിഞ്ഞാൽ അതിന് തുല്യമായിട്ടുള്ള വെയിറ്റുള്ള വെള്ളം അവിടെ നിന്ന് ഡിസ്പ്ലേസ് ആകുന്നു എന്നുള്ളതാണ്. ഇത് തന്നെയാണ് ഈ ഒരു ബോയൻസി അഥവാ വെള്ളത്തിൽ ഒരു സാധനം പൊങ്ങിക്കിടക്കുന്ന ഇതിൻ്റെ ശാസ്ത്രീയത തന്നെയാണ് പലപ്പോഴും നമ്മൾ വാട്ടർ തെറാപ്പി എക്സസൈസുകളിൽ. ഉദാഹരണത്തിന് പലർക്കും അനുഭവമുള്ള ഒരു കാര്യമാണ്, നിങ്ങൾക്ക് നടുവേദനയോ അതുമല്ലെങ്കിൽ കഴുത്ത് വേദനയോ സന്ധികൾക്ക് വേദനയോ എല്ലാം ഉള്ളപ്പോൾ ഡോക്ടർമാർ പലപ്പോഴും ഫിസിക്കൽ എക്സസൈസുകൾ ഒഴിവാക്കാൻ പറയും. അതായത് ത്രെഡ്മില്ല്, അതുമല്ലെങ്കിൽ നടപ്പ്, അതുമല്ലെങ്കിൽ ജിമ്മിലുള്ള അമിതമായിട്ടുള്ള എക്സസൈസുകൾ, ഇതെല്ലാം ഒഴിവാക്കിയാലും പലപ്പോഴും സ്വിമ്മിങ്, അതുമല്ലെങ്കിൽ വാട്ടർ പൂളിൽ കിടന്നിട്ടുള്ള ചികിത്സകൾ ചെയ്യാനായിട്ട് ഡോക്ടർമാർ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുക. കാരണം വെള്ളത്തിലാകുമ്പോൾ ഈ പറഞ്ഞ രീതിയിൽ ഒരു നാച്ചുറൽ റെസിസ്റ്റൻസ്, വാട്ടറിൻ്റെ നാച്ചുറൽ റെസിസ്റ്റൻസ് ഈ ജോയിൻസിന്, നമ്മളുടെ സന്ധികൾക്ക് അത്രമാത്രം പ്രകടമായ രീതിയിൽ ആഘാതങ്ങൾ ഉണ്ടാക്കുന്നില്ല. അപ്പോൾ ഈ ഒരു ബോയൻസി പ്രിൻസിപ്പിളാണ് പലപ്പോഴും നമ്മൾ ജലചികിത്സയിൽ ഉൾപ്പെടുത്തുന്ന മറ്റൊരു സിദ്ധാന്തം. ഇതേപോലെ തന്നെയാണ് പല രീതിയിൽ നമുക്ക് വാട്ടർ നമുക്ക് ഉപയോഗിക്കാം. പറയുകയുണ്ടായി സ്പ്രേകളായിട്ട് പ്രത്യേക തരത്തിലുള്ള ബാത്തുകളുണ്ട്. അതെ, അപ്പോൾ ഇതിൻ്റെ എല്ലാം സമയക്രമം ഒരു പ്രത്യേക അവസ്ഥയുടെ, രോഗിയുടെ പ്രത്യേക അവസ്ഥ നോക്കി അതിനനുസരിച്ചിട്ടാണ്. സാധാരണ 15 to 20 മിനിറ്റ്സ് ആണ് സാധാരണയായിട്ട് ഈ പറഞ്ഞ ബാത്തുകളെല്ലാം തന്നെ നമ്മൾ കൊടുക്കാറുള്ള. ഹിപ്പ് ബാത്തുണ്ട്, സ്പൈനൽ ബാത്തുണ്ട്, ജെറ്റ് ബാത്തുണ്ട്, അങ്ങനെ ധാരാളം ബാത്തുകളുണ്ട്. ഇതേപോലെ തന്നെ വാട്ടർ ഈ പറഞ്ഞ പോലെ തന്നെ പല രീതിയിലുള്ള പാക്കുകളായിട്ട് നമ്മൾ കൊടുക്കാറുണ്ട്. പല രീതിയിൽ നമുക്ക് ഡ്യൂഷുകളായിട്ട് വാട്ടർ തെറാപ്പി നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇതേപോലെ തന്നെയാണ് മഡ് തെറാപ്പി. മഡിൻ്റെ കാര്യത്തിൽ നമ്മൾ പറയുകയുണ്ടായി, അഥവാ ചെളി ശരീരത്തിൽ തേച്ച് നിൽക്കുക എന്നുള്ളത് മാത്രമല്ല മഡ് തെറാപ്പിയുടെ ഉദ്ദേശം. അതെ 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 അതെ. അപ്പോൾ തീർച്ചയായിട്ടും ഈ മഡ് തെറാപ്പിക്കും അതിൻ്റേതായിട്ടുള്ള കാരണം, മഡ് ശരീരത്തിൽ തേച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, മുൾട്ടാനി മിട്ട് തന്നെ ഒന്ന് ശ്രദ്ധിച്ച് വീക്ഷിച്ചാൽ അറിയാം, ഇത് മുഖത്ത് ആണ് സാധാരണയായിട്ട് നമ്മൾ ഫേഷ്യലിനായിട്ട് സ്ത്രീകൾ ധാരാളമായിട്ട് കാലത്ത് ഉപയോഗിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഇത് ആദ്യം ഇതൊന്ന് മുഖത്ത് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു തണുപ്പും ഇതുമാണ് അനുഭവപ്പെടുന്നത്. പിന്നീട് ഇത് വലിഞ്ഞ് അഥവാ ഇത് ഡ്രൈ ആകുന്നതിനനുസരിച്ചിട്ട് മുഖത്തെ മാംസപേശികൾക്ക് ഒരു പുള്ളിങ് ആൻഡ് ഒരു പുഷിങ് ഇഫക്റ്റ് നമുക്ക് ലഭിക്കുന്നുണ്ട്. അതായത് മുഖത്തേക്കുള്ള രക്തയോട്ടം, ഈ മുഖത്തെ മാംസപേശികളിലേക്കുള്ള രക്തയോട്ടം ഒന്ന് കൂട്ടിയെടുക്കാനായിട്ട് ഈ ഒരു ആപ്ലിക്കേഷന് കഴിയുന്നുണ്ട്. അപ്പോൾ ഇത് തന്നെയാണ് ശാസ്ത്രീയമായി നമ്മൾ തിരഞ്ഞെടുത്ത മണ്ണ്. ഇത് ശരീരത്തിൽ പൊതിയുമ്പോഴും ഈ രീതിയിലുള്ള ഇഫക്റ്റുകൾ ഉണ്ടാകുന്നുണ്ട്. ശരീരത്തിലാകെയുള്ള രക്തയോട്ടം വർദ്ധിപ്പിക്കാനായിട്ട്, അതേപോലെ തന്നെ ശരീരത്തിനെ നാഡികൾക്ക് ആകെ തന്നെ സുഖകരമായ ഒരവസ്ഥ പ്രദാനം ചെയ്യാൻ എല്ലാം തന്നെ പൊതുവെ ഈ രീതിയിലുള്ള മഡ് തെറാപ്പി നമുക്ക് സഹായകമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഈ ഒരു മഡ് തെറാപ്പിയും ഈ ഹൈഡ്രോതെറാപ്പിയും ഒക്കെ ശരിക്കും ഒരു ഏജ് വെച്ച് നമ്മൾ പറയാറുണ്ട്, ഇന്നൊരു ഏജിന് ശേഷമേ ചെയ്യാൻ. അല്ല, അങ്ങനെ നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട അവസ്ഥയില്ല. എന്നാൽ തന്നെ വല്ലാതെ പ്രായാധിക്യമുള്ള ആളുകൾക്ക്, അപ്പോൾ അവർക്ക് നമ്മൾ ടെമ്പറേച്ചറിന്റെ കാര്യത്തിൽ വളരെ ശ്രദ്ധാലുക്കളായിരിക്കണം എന്നുള്ളതാണ്. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഈ നമ്മൾ വാട്ടർ തെറാപ്പി ആണെങ്കിലും മഡ് തെറാപ്പി ആണെങ്കിലും എല്ലാം നടത്തുന്ന ട്രീറ്റ്മെന്റ് റൂംസ്
ഇതിൻ്റെ ഫ്ലോറെല്ലാം സ്ലിപ്പറി അല്ലാതെ സൂക്ഷിക്കുക. അതേപോലെ കുട്ടികളാണെങ്കിൽ വളരെ ആഴമുള്ള പൂളുകളിലും മറ്റും ചികിത്സ കൊടുക്കുമ്പോൾ അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. അവർക്ക് കൊടുക്കാൻ പാടില്ല എന്നൊന്നുമില്ല. കാരണം ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകൾ കൂടെ ഉണ്ടെങ്കിൽ എപ്പോഴും സ്വിമ്മിങ്ങിന് അക്കമ്പനി ചെയ്യാനായിട്ട് ആളെല്ലാം ഉണ്ടെങ്കിൽ അതൊന്നും കൊടുക്കുന്നത് കൊണ്ട് തെറ്റില്ല. പക്ഷേ എപ്പോഴും കുട്ടികൾക്കും മറ്റും ഈ ചികിത്സ കൊടുക്കുമ്പോൾ ചികിത്സാരി അതുമല്ലെങ്കിൽ പരിചയമുള്ള ആരെങ്കിലും ഒരാൾ എപ്പോഴും കുട്ടികളുടെ കൂടെയുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തണം. പ്രായമുള്ള ആളുകളുടെ കാര്യത്തിലും അതെ. അതേപോലെ തന്നെയാണ് എപ്പിലെപ്സി പേഷ്യൻസും മറ്റും. നമുക്കറിയാം, അപ്പോൾ പൊതുവെ വെള്ളം കാണുമ്പോൾ ചിലർക്കെങ്കിലും ഉണ്ടാകുന്ന മാനസികമായ വിഭ്രാന്തി, അതെങ്കിൽ ഈ പറഞ്ഞ ഹൈഡ്രോഫോബിയ ഉള്ളവർ, പൊതുവെ ഈ പറഞ്ഞ വെള്ളത്തിനോട് പേടിയുള്ളവർ, ഇങ്ങനെയുള്ളവരെല്ലാം ഈ പറഞ്ഞ ചികിത്സ എടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ നമുക്കറിയാവുന്നതുപോലെ പൊതുവെ ഇമ്മ്യൂണിറ്റി കുറഞ്ഞിരിക്കുന്ന അവസ്ഥകളിൽ വല്ലാത്ത കോൾഡും മറ്റും അതേപോലെ ശീതവും മറ്റും ഉള്ള സമയത്ത്, അപ്പോൾ ആ സമയത്തൊന്നും ചികിത്സകൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കണമെന്നല്ല. ഉദാഹരണത്തിന് നമ്മൾ വളരെ സാധാരണമായിട്ട് ഈ ആസ്തമയ്ക്ക് നമുക്ക് വളരെ എഫക്റ്റീവായിട്ട് കാണുന്ന ഒന്നാണ് ഈ ഹോട്ട് ആൻഡ് കോൾഡ് ഓൾട്ടർനേറ്റ് ബാത്സ് എന്ന് പറയും. അതായത് ഇത് നമ്മൾ ചെയ്യുന്നത് നെഞ്ചിൽ ഒരു അല്പസമയം ഒരു ചൂട് പാക്ക് വെച്ചതിന് ശേഷം അല്പസമയം തണുത്ത പാക്ക് വെച്ച് ഈ രീതിയിൽ ഓൾട്ടർനേറ്റ് ചെയ്യാറുണ്ട്. ഇത് പലപ്പോഴും നെഞ്ചിനുള്ളിൽ നിന്ന് ഈ കഫവും മറ്റും ഇളക്കി കിട്ടാനായിട്ട്, അതുപോലെ ചെസ്റ്റ് പാക്കിനെ കുറിച്ചെല്ലാം നമ്മൾ പറഞ്ഞു, അബ്ഡോമിനൽ പാക്സ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ വെള്ളത്തിൻ്റെ സാധ്യതകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള പ്രകൃതി ചികിത്സയാണ്, അതുമല്ലെങ്കിൽ ജലചികിത്സ തത്വങ്ങളാണ്. അതെ. അപ്പോൾ ഡോക്ടർ, നമ്മളിപ്പോൾ ക്ലേ കൊണ്ടുള്ളതിനെ കുറിച്ച് പറഞ്ഞു, അതുപോലെ തന്നെ വെള്ളത്തിനെ കുറിച്ചും പറഞ്ഞു. ഇനി നമുക്ക് പഞ്ചഭൂതങ്ങളിൽ ബാക്കിയുള്ള കാര്യങ്ങളൂടെ പറയാം. ഇപ്പം നമ്മൾ ലൈറ്റ് വെച്ചുണ്ട്, എയർ വെച്ചൊക്കെ ഉള്ളതുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് വരാം. തീർച്ചയായിട്ടും ഇതെല്ലാം തന്നെ ഞാൻ ഒരു തരത്തിൽ ഇതിനെ ചികിത്സ എന്നതിനേക്കാളും ഞാൻ ഈ ഒരു ചികിത്സാ പദ്ധതികളെ എനിക്ക് വിശേഷിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, ഇതെല്ലാം തന്നെ നമ്മളുടെ ശരീരത്തിൻ്റെ സ്വാഭാവികമായ, ഞാൻ പറയുകയുണ്ടായി, പ്രകൃതി ചികിത്സയിലും അതേപോലെ തന്നെ ഹോളിസ്റ്റിക് മെഡിസിനിലും എല്ലാം തന്നെ നമ്മളുടെ ശരീരത്തിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ഒരു ഹീലിംഗ് പവർ, ഈ ഒരു ഹീലിംഗ് പവറിനെ ഉപയോഗപ്പെടുത്താനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായി നമ്മളുടെ ശരീരത്തിൽ അന്തർലീനമായിരിക്കുന്ന ഈ ഒരു ജൈവശക്തിക്ക് കൂടുതൽ ശക്തി പകരുക, അതുമല്ലെങ്കിൽ ഇവയെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക എന്ന രീതിയിലാണ് ഈ പറഞ്ഞ ചികിത്സകൾ പലപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നത്. ഉദാഹരണത്തിന് ലൈറ്റ് തെറാപ്പി, ഇതിനോട് എതിർപ്പ് പ്രകടിപ്പിക്കുന്നവർ ഉണ്ടാകാം. എന്നാൽ തന്നെ നമ്മളുടെ ചില എക്സ്പീരിയൻസുകൾ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് പലപ്പോഴും ഇന്നത്തെ വൈദ്യശാസ്ത്രം, പലപ്പോഴും അത് പലതരത്തിലുള്ള ചികിത്സാ സിദ്ധാന്തങ്ങളുണ്ട്. ഇവയെല്ലാം തന്നെ പലപ്പോഴും പരസ്പരം പോരടിക്കുന്ന ഒരവസ്ഥ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ചിലതെല്ലാം നമ്മൾ ഒബ്സർവേഷനിൽ നിന്നും കൂടി നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ടതുണ്ട്. ഉദാഹരണത്തിന് ഞാനീ പറഞ്ഞ ലൈറ്റ് തെറാപ്പി, ക്രോമോതെറാപ്പി എന്നാണ് ഇതിന് പറയുക. ഇപ്പോൾ ലൈറ്റ് തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുക. റെഡ് ലൈറ്റ് എന്നുള്ളത് നമുക്ക് പൊതുവെ ശരീരത്തിന് ഉദ്ദീപകമായ, അതുമല്ലെങ്കിൽ ഉത്തേജനം പകരുന്ന ഒരു ലൈറ്റായിട്ടാണ് റെഡ് ലൈറ്റിനെ കാണുന്നത്, അല്ലേ? ബെഡ്റൂമിലൊന്നും ആരും തന്നെ വളരെ ശുഭ്ര വെളിച്ചമായിക്കൊള്ളട്ടെ എന്ന് വിചാരിച്ച് ട്യൂബ് ലൈറ്റ് ഇട്ടിട്ടല്ല ഉറങ്ങാൻ കിടക്കുന്നത്. ഉറങ്ങുമ്പോഴാണെങ്കിലും മറ്റും നമ്മൾ ഇത് സ്വാഭാവികമായ ഒരു ചേതോവികാരമാണ് മനുഷ്യൻ്റെ. അപ്പോൾ റെഡ് എന്നുള്ളത് പൊതുവെ സ്റ്റിമുലേറ്റിംഗ് കളറായിട്ടാണ് റെഡിനെ കാണുന്നത്. അപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ തന്നെ അതേപോലെ തന്നെ ഇത് ഡേഞ്ചറിന്റെ സിഗ്നലായിട്ടാണ് നമ്മൾ സിഗ്നലുകളിലും മറ്റും കാണിക്കുന്നുണ്ട്, അല്ലേ? അപ്പോൾ റെഡ് ലൈറ്റ്, അതുമല്ലെങ്കിൽ ചുവന്ന പ്രകാശ രശ്മികൾ പൊതുവെ ശരീരം ഈ പറഞ്ഞ പോലെ ക്ഷീണിച്ച അവസ്ഥകളിൽ കൂടുതൽ ഉത്തേജനം പകരാനായിട്ട് നല്ലതായിട്ടാണ് കാണുന്നത്. അതേപോലെ തന്നെ ഇത് നമ്മളുടെ ഈ ഒരു ലൈറ്റിനെ കുറച്ച് നേരമെങ്കിലും ശരീരം ഒന്ന് എക്സ്പോസ്ഡ് ആക്കുന്നത് ലൈംഗികമായിട്ടുള്ള പ്രശ്നങ്ങളുള്ളവർക്ക് ഇത് കുറച്ചുകൂടി ഉദ്ദീപനത്തിന് ഇത് സഹായകമായിട്ടാണ് കാണുന്നത്, ഒരു റെഡ് എൻവയോൺമെന്റ്. ഇതാണ് റെഡ് ലൈറ്റിന്റെ പ്രത്യേകത. ഇനി അടുത്തത് ഓറഞ്ച്. ഇപ്പോൾ ഓറഞ്ചിന്റെ യഥാർത്ഥത്തിലുള്ള ഫലശ്രുതി പറയുന്നത് ഇത് കുറെ കൂടി റെഡിനേക്കാൾ കുറച്ചുകൂടി കാമിംഗ് ആയിട്ടാണ് ഓറഞ്ചിനെ കുറിച്ച്
പറയുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഇതിന് വേണ്ടിയിട്ട് ശരിക്ക് ക്രോമോ തെർമോളിയം എന്നെല്ലാം പറഞ്ഞിട്ട് ഉള്ള പ്രത്യേക എക്യുപ്മെന്റ്സ് ഉണ്ട്. അതായത് ശരീരത്തിന്റെ ഓരോ ഭാഗത്തിനും ഓരോ ലൈറ്റ് വേണമെങ്കിൽ കൊടുക്കാൻ. കാരണം നമ്മളുടെ ചക്രങ്ങളുമായിട്ട് യോഗയിലും മറ്റും പറയുന്ന നമ്മളുടെ ചക്രങ്ങളുമായിട്ടും ഈ ലൈറ്റിന് ഓരോ ലൈറ്റും ഓരോ ചക്രങ്ങളെ ഇവയുമായിട്ടും ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് നമ്മളുടെ പൗരാണിക ശാസ്ത്രങ്ങളും അംഗീകരിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ പറഞ്ഞ ക്രോമോളിയം എന്ന് പറയുന്ന പ്രത്യേക ഒരു പെട്ടിക്കുള്ളിലായിട്ടെല്ലാം നിന്നുള്ള ചികിത്സകളെല്ലാം ഉണ്ട്. അപ്പോൾ അതൊന്നും നമ്മൾ അത്ര പ്രചാരത്തിൽ ഇവിടെ മിഡിൽ ഈസ്റ്റിലേക്കൊന്നും മറ്റും എത്തിയിട്ടില്ല. അതെല്ലാം അത് ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരാളുടെ രോഗാവസ്ഥ, അതേപോലെ തന്നെ രോഗാവസ്ഥ എന്നുള്ളതിനേക്കാൾ ഉപരി അയാളുടെ ശാരീരിക പ്രത്യേകതകൾ, മാനസിക അവസ്ഥകൾ, ഇതെല്ലാം പരിഗണിച്ച ശേഷമാണ് നമ്മൾ ഏത് ലൈറ്റിന് കൂടുതലായിട്ട് എക്സ്പോസ്ഡ് ആകണം എന്നുള്ളത് തീരുമാനിക്കുന്നത്. ഇതേപോലെ തന്നെ ഞാൻ പറഞ്ഞ ഓറഞ്ച് ലൈറ്റ് പൊതുവേ ഇത് നമ്മളുടെ നട്ടലുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾക്ക് കുറച്ചുകൂടി നല്ലതായിട്ടാണ് ഓറഞ്ച് ലൈറ്റിനെ കാണുന്നത്. പക്ഷേ റെഡും ഓറഞ്ചും പൊതുവെ ഇൻഫെക്ഷൻസ് ഉള്ളപ്പോൾ, കാരണം ഞാൻ പറഞ്ഞു ഇത് ഉത്തേജിപ്പിക്കുന്ന കളറാണ്. അതുകൊണ്ട് തന്നെ ശരീരത്തിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസോ വൈറൽ ഇൻഫെക്ഷൻസോ ഉള്ളപ്പോൾ, പനിയടക്കമുള്ള പ്രശ്നങ്ങൾ ഉള്ളപ്പോൾ ഈ ലൈറ്റ് എക്സ്പോസ് ചെയ്യാതിരിക്കുകയാണ്. ഇത് ചൂട് അധികരിപ്പിക്കുന്നു, അതേപോലെ തന്നെ ശരീരത്തിന് ഉത്തേജിപ്പിക്കുന്നു. പനിയും മറ്റും ഉള്ളപ്പോൾ, അതുമല്ലെങ്കിൽ ഇൻഫെക്ഷൻസ് ഉള്ളപ്പോൾ അതെല്ലാം നമുക്ക് ആവശ്യം. ഇൻഫെക്ഷൻസും മറ്റും വർദ്ധിക്കാനായിട്ട് പലപ്പോഴും റെഡ് കളറിനുള്ള എക്സ്പോഷർ കാരണമാകും. അപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി അതേപോലെ തന്നെയാണ് അടുത്തത് യെല്ലോ, മഞ്ഞ അല്ലെ. നമ്മൾ ഈ പറഞ്ഞ മഴവില്ലിന്റെ വിബ്ജിയോർ എന്നുള്ള കൺസെപ്റ്റാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ ഇതിന്റെ ചികിത്സാപരമായ സാധ്യതകളാണ്. അപ്പോൾ യെല്ലോ കളർ പൊതുവെ നമ്മളുടെ പൊക്കിളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഭാഗത്തുള്ള ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനങ്ങളെ ഉദ്ദീപിപ്പിക്കാനാണ് കൂടുതലായിട്ട് സഹായകമായിട്ടുള്ളത്. അപ്പോൾ പൊതുവെ ഉദരസംബന്ധമായ പ്രശ്നങ്ങൾ, അതേപോലെ തന്നെ ലിവർ, അതേപോലെ പാൻക്രിയാസ്, ഇങ്ങനെയുള്ള ആന്തരിക അവയവങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഈ ഒരു യെല്ലോ കളറിൻ്റെ എക്സ്പോഷർ കൂടുതൽ നന്നായിട്ടാണ് കാണുന്നത്. ഉടൻ തന്നെ ഇത് കേൾക്കുന്നവർ ഉടൻ തന്നെ എന്നാൽ ശരി, ഇനി ഡോക്ടർ പറഞ്ഞല്ലോ ഇവിടെ കുറച്ച് യെല്ലോ ലൈറ്റ് അടിച്ച് ബാക്കിയുള്ള മരുന്നുകൾ നിർത്തണമെന്നല്ല പറയുന്നത്. ഇതെല്ലാം ഇതിൻ്റെ ഒരു കൺസെപ്ച്വൽ സൈഡാണ് ഞാൻ ഈ ഒരു പ്രോഗ്രാമിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഇത് കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് അറിയാവുന്ന ആളുകളുടെ മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ചിട്ട് മാത്രമാണ് ഇതേപോലെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് പാടും. ഇത് കുറച്ച് ലൈറ്റല്ലേ അടിച്ചു നോക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്നുള്ള ഒരു ധാരണയിൽ നീങ്ങാതിരിക്കുക. ഇനി അടുത്തത് ഇപ്പോൾ യെല്ലോ കഴിഞ്ഞാൽ ബ്ലൂ, അപ്പോൾ ഗ്രീൻ നമുക്ക് അറിയാവുന്നതുപോലെ ഇത് നമ്മളുടെ ഹൃദയ ഭാഗത്തെ ഗ്രന്ഥികളെയും ഹൃദയത്തിന്റെ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കാനായിട്ട് ഗ്രീനിന് കൂടുതൽ. നമ്മൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ, നല്ല പച്ച പുതച്ച ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ മനസ്സിനൊരു കുളിർമയുണ്ട് അല്ലെ. സ്വാഭാവികമാണ്, പച്ചപ്പ് ഇഷ്ടപ്പെടാത്ത മനുഷ്യർ ഇല്ല എന്ന് തന്നെ പറയാം. അപ്പോൾ ഈ പച്ച നിറത്തിന് ഇങ്ങനെ ഒരു ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കും മറ്റും പച്ച കളറാണ്, അതുമല്ലെങ്കിൽ ഗ്രീൻ കളറാണ് കൂടുതൽ. അതേപോലെ ഹൈപ്പർ ടെൻഷൻ ഇതെല്ലാം ഉള്ളവർ ഗ്രീൻ കളറിൻ്റെ എക്സ്പോഷർ അല്പമെങ്കിലും ദിവസേന നടത്തുന്നു. അതുമല്ലെങ്കിൽ ഗ്രീൻ പ്രതലം ഒന്ന് നമ്മൾ കീപ്പ് ചെയ്യുന്നതെല്ലാം പൊതുവെ നന്നായിട്ടാണ് പറയുക. ഇനി അടുത്തത് ബ്ലൂ അഥവാ നീലയ്ക്ക് നമുക്കറിയാം എന്താണ് മനസ്സിനെ ശാന്തമാക്കാനുള്ള. നമ്മൾ നോക്കുക, നീലാകാശം, നീലക്കടൽ അല്ലേ. അപ്പോൾ മനസ്സിനെ ശാന്തമാക്കാനുള്ള എന്തിനും നീലയാണ് പണ്ട് മുതൽ തന്നെ. ഇപ്പോൾ ഇതാ മിഴിയോരത്തിന്റെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ അല്ലേ, നമ്മൾ സാന്ത്വനം പകരുന്നത് കൊണ്ടായിരിക്കാം ഇപ്പോൾ നമുക്ക് വരുന്ന ബാക്ക്ഗ്രൗണ്ട് നീലയാണ്. അപ്പോൾ ഇത് പൊതുവെ ഒരു കാമിങ് ആയിട്ടുള്ള ഒരു കളറായിട്ടാണ് ബ്ലൂ കളറിനെ നമ്മൾ കരുതുന്നത്. അപ്പോൾ പൊതുവെ ശരീരം തണുപ്പിക്കാൻ, മനസ്സ് വല്ലാതെ ചുട്ടുപഴുത്തിരിക്കുന്ന അവസ്ഥകളിൽ എല്ലാം ഈ ഒരു ബ്ലൂ കളറിന് എക്സ്പോസ്ഡ് ആകുന്നത് മനസ്സിന് കൂടുതലായിട്ട് ശാന്തി പകരും എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇനി ഇൻഡിഗോ എന്നുള്ളത് യഥാർത്ഥത്തിൽ നമ്മളുടെ ഈ ആജ്ഞാചക്രം നമുക്കറിയാം, 2 ഐബ്രോസിനും ഇവിടെയാണ് നമ്മളുടെ പരമ്പരാഗത ചികിത്സകളെല്ലാം ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞത്. ഈ ആജ്ഞാചക്രത്തിന് ഇൻഡിഗോ കളറുമായിട്ട് ബന്ധമുണ്ട് എന്നാണ് പറയുന്നത്. അതായത് പീനിയൽ ഗ്രന്ഥി, നമ്മളുടെ ശരീരത്തിൻ്റെ ജൈവതാളങ്ങളെ നിയന്ത്രിക്കുന്ന പീനിയൽ ഗ്രന്ഥിയെ കൂടുതലായിട്ട് ഒരു സന്തുലന അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ ഇൻഡിഗോ കളറിന് കഴിയുമെന്നാണ്. അപ്പോൾ ഇൻഡിഗോ പർപ്പിൾ ഈ ഒരു കളറുകൾക്കുള്ള കഴിവ് അതാണ്. അപ്പോൾ എന്താണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നു
ഡാവിഞ്ചിയാണോ ആരാണ് ഒരു പ്രമുഖ ചിത്രകാരൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ ഇൻഡിഗോ എന്നുള്ളത് മെഡിറ്റേഷൻ കൂടുതൽ എന്താണ് പറയേണ്ടത് ഡീപ്പായിട്ടുള്ള ധ്യാനാവസ്ഥകളിലേക്ക് കൊണ്ടുപോകാൻ മനുഷ്യനെ സഹായിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി വയലറ്റ് ആണ് യഥാർത്ഥത്തിൽ ആത്മീയതയുടെ ഏറ്റവും അതേപോലെ മാനസിക സംഘർഷങ്ങൾ, നിങ്ങൾക്ക് ഡിപ്രഷൻ ഇതേപോലെയുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ടെങ്കിൽ വയലറ്റ് കളറിന് കൂടുതലായിട്ട് എക്സ്പോസ്ഡ് ആകുന്നത് നിങ്ങളെ സഹായിക്കും എന്നുള്ളതാണ്. ഇനി നമ്മൾ ഈ വിബ്ജിയോറിന് പുറത്തേക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ വൈറ്റ് കളർ ശുഭ്രമായിട്ടുള്ള അല്ലേ, വൈറ്റിന് സ്വാഭാവികമായിട്ടും നമ്മളുടെ മനസ്സിനെ ഒരു ശാന്തതയിലേക്ക് കൊണ്ടെത്തിക്കാനുള്ള അല്ലെ, നമ്മളുടെ തന്നെ മദർ തെരേസ അടക്കം അല്ലെങ്കിൽ അവരുടെ സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റി എല്ലാം തന്നെ നോക്കുക, പൊതുവേ നമുക്ക് അതെ പീസിന്റെ ഒരു കളറായിട്ടാണ് വൈറ്റ് കളറിനെ കാണുന്നത്. അപ്പോൾ വൈറ്റും ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് മനസ്സിന് ശാന്തതയും സമാധാനവും പകരാനായിട്ട് വെള്ളയ്ക്കും അതിൻ്റേതായിട്ടുള്ള ഗുണവും അതിൻ്റേതായിട്ടുള്ള ഗുണഗണങ്ങൾ ഉണ്ട് എന്നാണ് കണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ക്രോമോതെറാപ്പി. അപ്പോൾ ഇത് ഓരോരുത്തരുടെ അവസ്ഥകൾ അനുസരിച്ചിട്ട് ഈ ഒരു എൻവയോൺമെൻറ്റിൽ ഒന്ന് അല്പസമയമെങ്കിലും ഒന്ന് ഇരിക്കാനായിട്ട്, ഒരു മെഡിറ്റേഷൻ എൻവയോൺമെൻറ്റ് അല്പസമയമെങ്കിലും ഉണ്ടാക്കാനായിട്ട് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ യോഗയിലും മറ്റും മെഡിറ്റേഷൻസ് അഡ്വൈസ് ചെയ്യുമ്പോൾ ഈ കളറുള്ള ഓക്കെ. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. എൻ്റെ പേര് ഫാത്തിമ. ഡോക്ടറോട് സംസാരിച്ചോളൂ. ഓക്കെ. ഹലോ ഡോക്ടർ. യെസ്, ഹലോ. ഡോക്ടർ, എനിക്ക് കഴിഞ്ഞ 7 വർഷമായിട്ട് ഹൈപ്പർ തൈറോയിഡിസം ഉണ്ട്. ഓക്കെ. ഇതിന് എന്തെങ്കിലും ആയുർവേദത്തിൽ പ്രതിവിധി ഉണ്ടോ? തീർച്ചയായിട്ടും ഈ ഹൈപ്പോ തൈറോയിഡിസം ഇപ്പോൾ നിങ്ങൾക്ക് അതുകൊണ്ട് എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ, ഇപ്പോൾ എന്താണ് ഫാത്തിമ എന്നല്ലേ പേര് പറഞ്ഞത്? അതെ, ഫാത്തിമയ്ക്ക് എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നുണ്ടോ? എന്തെങ്കിലും ശരീരത്തിന് വല്ലാതെ വണ്ണം കൂടുക, അതുമല്ലെങ്കിൽ പൊതുവെ ശരീരത്തിന് ക്ഷീണം, എന്തെല്ലാമാണ് ലക്ഷണങ്ങൾ ഇപ്പോൾ ഉള്ളത്? ഓക്കെ. പിന്നെ ഹെയർ ലോസ് ഉണ്ട്. ഓക്കെ. വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്, കൂടുന്നില്ല കുറയുന്നു. ഓക്കെ. പിന്നെ ഇപ്പൊ ഞാൻ ആയുർവേദ മെഡിസിൻ കഴിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഓക്കെ. എന്ത് മരുന്നുകളാണ് ഇപ്പോൾ കഴിക്കുന്നത്? കഷായമായിരുന്നു ഉണ്ടായിരുന്നത്, കഞ്ചനാട് ഗുലുഗുലു. ഓക്കെ. പിന്നെ വായനാടി കഷായം. ഓക്കെ. ഓക്കെ. അത് കഴിച്ചിട്ട് ഹൈപ്പർ തൈറോയിഡിസം ഉള്ളത് ഹൈപ്പർ ആയിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ. ഇത് എന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ബ്ലഡ് ചെക്കപ്പ് നടത്തിയത്? എന്നാണ്? 1 വീക്ക് മുമ്പ്. ഓക്കെ. ഇത് എത്ര കാലമായിട്ട് ഈ മരുന്നുകൾ ഇപ്പോൾ കഴിക്കുന്നുണ്ടായിരുന്നു? 3 months ആയിട്ട് കഴിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇപ്പോൾ ഹൈപ്പർ തൈറോയിഡിസം ആയിട്ട് മാറിയിട്ടുമുണ്ട്. അപ്പോൾ എന്തായാലും എനിക്ക് തോന്നുന്നു ഇപ്പോഴുള്ള മരുന്നുകൾ, ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകൾ അതൊരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമല്ലേ കഴിച്ചുകൊണ്ടിരിക്കുന്നത്? ഇവിടെ തന്നെയുള്ള ഡോക്ടറാണോ അതോ നാട്ടിൽ? അപ്പോൾ ഇത് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ. നമ്മൾ പലപ്പോഴും ഒരു ഡോക്ടറുടെ അടുത്ത് നിന്ന് അഡ്വൈസ് തേടി, നാട്ടിലുള്ള ഒരു ഡോക്ടറുടെ അഡ്വൈസ് തേടി അവിടെ നിന്ന് കുറേ കാലത്തേക്കുള്ള മരുന്നുകൾ വാങ്ങിച്ചുകൊണ്ട് വരുമ്പോഴും കേവലം അദ്ദേഹത്തിൻ്റെ മാത്രമല്ല, ഇവിടെയുള്ള ഏതെങ്കിലും ഒരു ഡോക്ടറുടെ അടുത്തുകൂടി ചെന്ന് ഒന്ന് അഭിപ്രായം തേടുന്നത് നന്നായിരിക്കും. കാരണം നാട്ടിലെ കാലാവസ്ഥയിൽ നിന്ന് ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് വളരെ വ്യത്യാസങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ശരീരം ഇങ്ങോട്ട് വരുമ്പോൾ, ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് തന്നെ അറിയാം അലർജികളുടെ കാര്യം. അലർജികൾ പലപ്പോഴും സ്കിൻ അലർജി ആണെങ്കിലും ബാക്കിയുള്ള അലർജികളും പലർക്കും നാട്ടിൽ ചെന്ന് കഴിയുമ്പോൾ ഇത് പലപ്പോഴും കംപ്ലീറ്റ് അപ്രത്യക്ഷമാകുന്നതായിട്ട് കാണുന്നുണ്ട്. തിരിച്ച് ഇവിടെ വന്നെത്തിയാൽ അപ്പോൾ ക്ലൈമാറ്റിക് കണ്ടീഷൻസ് എന്നുള്ളതും കൂടി നമ്മൾ കണക്കിലെടുക്കേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ മരുന്നുകൾ കഴിക്കണോ തുടരണോ എന്നുള്ളത് ഫാത്തിമയുടെ ശരീരപ്രകൃതവും ലക്ഷണങ്ങളും നോക്കിയ ശേഷം മാത്രമാണ് ഒരു ഡോക്ടർക്ക് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഒരു കൺസൾട്ടേഷൻ, കാരണം ഇതൊരു ഹോർമോണൽ ഇഷ്യൂ ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, പ്രത്യേകിച്ച് ആർത്തവത്തിനും മറ്റും വിഘാതം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അതിലെന്തെങ്കിലും വ്യത്യാസങ്ങൾ വന്നോ ഈ മരുന്ന് കഴിച്ചിട്ട്? ആർത്തവചക്രം പൂർണ്ണമായിട്ട് തിരികെ സാധാരണ അവസ്ഥയിലേക്ക് വന്നോ അതോ ഇപ്പോഴും? അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ കഴിച്ചുകൊണ്ടുന്നു, ഇപ്പോൾ അതാണ് ഈ പറഞ്ഞ മരുന്നുകൾ നിർത്തുന്നതും എപ്പോഴും ഒരു ഡോക്ടറുടെ സാമീപ്യത്തിലും അതുപോലെ ഒരു ഡോക്ടറുടെ അഡ്വൈസോടും കൂടി തന്നെ ചെയ്യുക.
കാരണം മരുന്നുകൾ തുടങ്ങുമ്പോൾ കാണിക്കുന്ന അതേ ആർജവം മരുന്നുകൾ അതല്ലാതെ 3 മാസം കഴിഞ്ഞു ശരി കറക്റ്റ് 90 ദിവസം കഴിയുമ്പോൾ മരുന്ന് നിർത്തണമെന്ന ഉദ്ദേശത്തിലല്ല ഒരു ഡോക്ടർ 3 മാസത്തെ മരുന്ന് നിർദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞാലും ഫോളോ അപ്പ് ചെയ്ത് ഇനി മരുന്നുകളുടെ ഡോസേജിൽ മാറ്റങ്ങൾ വരുത്തണോ. ചിലപ്പോൾ ഇത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇടയ്ക്കിടയ്ക്കുള്ള കണ്ടിന്യൂസ് ഫോളോ അപ്പോട് കൂടി വേണം ഹോർമോണൽ ഇഷ്യൂസിന് ഏത് മരുന്നുകളും കഴിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഇനി ഒന്നൊരു ഡോക്ടർ ഓക്കെ ഡോക്ടർ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്ന് ഡോസേജ് കുറച്ച് കഴിക്കാനാ പറഞ്ഞത്. ഓക്കെ അപ്പോൾ അങ്ങനെയാണെങ്കിൽ കാരണം ഞാനത് ഇപ്പോൾ എന്നിട്ട് ഡോസേജ് കുറച്ച് കഴിച്ചു നോക്കിയായിരുന്നോ? അപ്പോൾ അതാണ്. അപ്പോൾ ഹൈപ്പർ തൈറോയിഡിസം ആയി എന്ന് പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും ഈ മരുന്നുകൾ അദ്ദേഹം തന്നിരിക്കുന്നത് തികച്ചും നല്ല മരുന്നുകളായതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ കണ്ടത്. അപ്പോൾ അതിൽ ഒരു കോഴ്സിൽ വ്യത്യാസം വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഇവിടെയുള്ള ഒരു ആയുർവേദ ഡോക്ടറെ കൂടി ഒന്ന് കണ്ട ശേഷം ഇപ്പോഴുള്ള മരുന്നുകളുടെ ഡോസേജ് ഒന്ന് ക്രമീകരിക്കുക. തീർച്ചയായിട്ടും ഇത് കുറച്ചു കാലം കൂടി കഴിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാകേണ്ടതാണ്. അതേപോലെ തന്നെ യോഗാഭ്യാസം കൂടി ഫാത്തിമ ധൈര്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. യോഗയുടെ സ്ഥിരമായിട്ടുള്ള അഭ്യാസം അതെങ്ങനെ എന്ന് ഉള്ളതിനേക്കാൾ ഉപരി നമ്മളുടെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസിൽ കാണുന്നതാണ് 3 മുതൽ 6 മാസം വരെ നിത്യേന യോഗ അഭ്യസിക്കുന്നവരിൽ നല്ല രീതിയിൽ ഹോർമോണൽ ഇഷ്യൂസ്, പ്രത്യേകിച്ച് സ്ത്രീകളിലെ ഹോർമോണൽ ഇഷ്യൂസിനെല്ലാം നല്ല രീതിയിൽ മാറ്റങ്ങൾ കാണാറുണ്ട്. അപ്പോൾ യോഗാഭ്യാസം കൂടി ഇതിൻ്റെ ഒപ്പം തുടർന്നോളുക. മരുന്നുകളുടെ ക്രമീകരണം ഒരു ഡോക്ടറെ കണ്ട് ചർച്ച ചെയ്യുക. ഓക്കെ, തീർച്ചയായിട്ടും മാറ്റങ്ങൾ. താങ്ക് യു. ഡോക്ടർ നമ്മളിപ്പോൾ പലപ്പോഴും ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ ആസ്മ പേഷ്യന്റ് വിളിച്ചിരുന്നു. അതായത് ഇവിടെ വരുമ്പോഴാണ് പ്രശ്നം വരുന്നത്, നാട്ടിൽ ചെല്ലുമ്പോൾ അത് മാറുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഈ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ നാട്ടിൽ വെച്ചുള്ള ഒരു ട്രീറ്റ്മെന്റും ഇവിടെ വരുമ്പോഴുള്ളത് ഒരു വ്യത്യാസങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കാരണം ഒരു കാലദേശം ഇത് രണ്ടും കണക്കിലെടുത്ത് വേണം ചികിത്സാപരമായിട്ടുള്ള സാധ്യതകൾ നിർണ്ണയിക്കാൻ എന്ന വിശ്വാസക്കാരനാണ് ഞാൻ. കാരണം അതല്ലാതെ കേരളത്തിലെ ഒരു ഭൂപ്രകൃതിയിൽ അതുമല്ലെങ്കിൽ അവിടുത്തെ ഒരവസ്ഥയിൽ രോഗാവസ്ഥയ്ക്കുണ്ടാകുന്ന ലക്ഷണങ്ങളായിരിക്കില്ല ഇവിടെ വരുമ്പോൾ പലപ്പോഴും കാണുക. അതുകൊണ്ടാണ് ഇവിടുത്തെ കാര്യങ്ങളിൽ കൂടി ഉൽപ്പത്തിയുള്ള ഒരു ഡോക്ടർ ഒപ്പീനിയൻ കൂടി പൊതുവെ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ തേടുന്നത് നന്നായിരിക്കുമെന്നൊരു ഒപ്പീനിയൻ എനിക്കുണ്ട്. പിന്നെ നമ്മളിപ്പോൾ ചർച്ചയിലേക്ക് ക്രോമോതെറാപ്പിയെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. കളറുകൾ ഏത് രീതിയിൽ നമ്മളുടെ മനുഷ്യ മനസ്സിനെയും മനുഷ്യന്റെ ആരോഗ്യത്തെയും ബാധിക്കുന്നു എന്നുള്ളതാണ്. ഇതേപോലെ തന്നെയാണ് ഹീലിയോതെറാപ്പി, അതായത് സൺ. സൂര്യപ്രകാശം എന്ന് കേട്ടാൽ ഇന്ന് ആളുകൾ പേടിച്ചു വിളിക്കുന്ന ഒരു കാലമായിരിക്കുകയാണ്. സൂര്യൻ ഇന്ന് ഒരു വില്ലനായിട്ടാണ് സൂര്യനാണ് വില്ലൻ. അതായത് സൂര്യപ്രകാശം അടിച്ചാൽ അസുഖങ്ങൾ വരും, സൂര്യപ്രകാശം അതുകൊണ്ട് അതിൽ നിന്ന് കഴിയുന്നത്ര ഒഴിഞ്ഞു മാറി നിൽക്കണം. ഈ ഒരു തെറ്റായ ധാരണ നമ്മളിൽ രൂഢാമൂലമായതിൻ്റെ ഫലമാണ് ഇന്ന് ചെറിയ കുട്ടികൾ പോലും അതുപോലെ ടീനേജ് കഴിയുമ്പോൾ മുതൽ നിങ്ങൾ വൈറ്റമിൻ ഡി സപ്ലിമെന്റ്സിന് അടിമകളാകുന്ന ഒരു കാഴ്ച എവിടെയും കാണുന്നു. അപ്പോൾ വല്ലാത്ത രീതിയിൽ സൂര്യപ്രകാശത്തിനെ കുറിച്ചുള്ള ഒരു ഫോബിയ. ശരി, ചിലർക്ക് ഫോട്ടോ അലർജി, അതായത് ഈ പറഞ്ഞ സൂര്യപ്രകാശത്തിന് അലർജി ഉണ്ടാകാം, അങ്ങനെയുള്ളവർ സൂക്ഷിക്കണം. പക്ഷേ അതല്ലാതെ ഇപ്പോൾ നമ്മൾ പൂർണ്ണമായിട്ടും സൂര്യപ്രകാശത്തിനെ അവോയ്ഡ് ചെയ്തുകൊണ്ട്, കാരണം അത് ഓരോരുത്തരുടെ സ്കിൻ നേച്ചർ ഇതെല്ലാം അനുസരിച്ചിട്ടാണ് സൂര്യനെ പേടിക്കണോ വേണ്ടയോ എന്നുള്ളതെല്ലാം നമ്മൾ തീരുമാനിക്കേണ്ടത്. എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത്, പണ്ട് ഞാനെല്ലാം കുട്ടിയായിരിക്കുന്ന സമയത്ത് ശാസ്ത്ര സാഹിത്യ വൃക്ഷത്തിൻ്റെ ഒരു പുസ്തകം ഉണ്ടായിരുന്നു. പോക്കുവെയിലേറ്റാൽ പൊന്നാകുമെന്നാണ്. അപ്പോൾ പോക്കുവെയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ ഏർലി മോർണിംഗിലും അതേപോലെ തന്നെ ആ സന്ധ്യയോട് അടുപ്പിച്ചിട്ടുള്ള ആ വെയിലേക്കുന്നത് ശരീരത്തിന് ഏറ്റവും ഗുണകരമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ നട്ടുച്ചയ്ക്ക് വെയിലത്ത് പോയി അരമണിക്കൂർ നിന്ന് സൂര്യാഘാതം ഏക്കണമെന്നല്ല പറയുന്നത്. അല്പസമയമെങ്കിലും ശരീരത്തിന്, പ്രത്യേകിച്ച് ഇവിടെയുള്ള വീട്ടമ്മമാർ, നമുക്കറിയാം AC എൻവയോൺമെൻറ്റിൽ, അതുമല്ല ഇനിയിപ്പോൾ ബാക്കിയുള്ളവരുടെയും കഥ ഇത് തന്നെയാണ്. പലപ്പോഴും ഒരു സൺലൈറ്റിന് ഒരു തരി പോലും എക്സ്പോഷർ ശരീരത്തിന് ലഭിക്കുന്നില്ല. അതുമല്ലെങ്കിൽ പൂർണ്ണമായും ഈ കൃത്രിമമായ AC എൻവയോൺമെൻറ്റിൽ നാം കഴിച്ചു കൂട്ടുമ്പോൾ സ്വാഭാവികമായും സൂര്യപ്രകാശം ശരീരത്തിന് ലഭിക്കുന്നത് കുറയുന്നു. ഇതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ നമുക്കറിയാം. വൈറ്റമിൻ ഡി എന്ന് പറഞ്ഞ് നമ്മളുടെ എല്ലുകളുടെയും മറ്റും ശക്തിക്ക് ഏറ്റവും ആവശ്യമായ വൈറ്റമിൻ ഉണ്ടാകാനായിട്ട് സൂര്യപ്രകാശത്തിൻ്റെ എക്സ്പോഷർ ആവശ്യമാണ്. അപ്പോൾ ഇത് ഒരു ഭാഗം. ഇതേപോലെ തന്നെ അപ്പോൾ സൂര്യപ്രകാശം, അതുമല്ലെങ്കിൽ സൂര്യസ്നാനം എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. ഈ നമ്മൾ സാധാരണയായിട്ടിത്
നമുക്ക് സൂര്യ സ്നാനം എന്ന് പറയുമ്പോൾ ഓർമ്മ വരുന്നത് ബീച്ചുകളിൽ നമ്മളുടെ നാടൻ ഭാഷയിൽ പറഞ്ഞ സായിപ്പുമാരും മദാമുമാരും കിടക്കുന്നതാണ് കോവളത്ത്. അതല്ല. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രകൃതി ചികിത്സയിലും മറ്റും ചെയ്യുന്നത് വാഴയിലയിൽ ശരീരം പൊതിഞ്ഞ്, കാരണം ഈ ഒരു ഗ്രീൻ നമ്മൾ ഇവിടെ പറഞ്ഞ ഈ ക്രോമോതെറാപ്പിയുടെ ഒരു ആസ്പെക്ട് അവിടെ വരുന്നുണ്ട്. ഗ്രീനിന് പൊതുവെ ഈ സൂര്യപ്രകാശത്തിലെ ഈ പറഞ്ഞ തെറ്റായിട്ടുള്ള കിരണങ്ങളെ ഒന്ന് പിടിച്ച് നിർത്താനായിട്ടുള്ള കഴിവുണ്ട്. അപ്പോൾ ഇങ്ങനെ വാഴയിലയിൽ ശരീരം പൊതിഞ്ഞ് ഒന്ന് അല്പസമയം ഒന്ന് സൂര്യപ്രകാശത്തിന് എക്സ്പോസ്ഡ് ആയ ശരീരം വിയർപ്പിക്കുക. ഇത് വളരെ നല്ല രീതിയിൽ പൊതുവെ ഈ ഇച്ചിങ് എല്ലാമുള്ള സ്കിൻ കണ്ടീഷൻ എന്നും പറഞ്ഞ 1 മണിക്കൂർ 2 മണിക്കൂർ സൂര്യപ്രകാശത്തിൽ പോയി കിടക്കാനല്ല. ഇതെല്ലാം ലിമിറ്റഡ് ആയിട്ടുള്ള സമയത്ത്, ഇവിടെയാണ് ഞാൻ പറഞ്ഞത് എക്സ്പീരിയൻസ് എന്ന് പറയുന്ന അത് നമ്മളുടെ ആ ഒരു ധർമ്മത്തിനനുസരിച്ചിട്ട് വേണം നമ്മൾ ഇതിന് സമയക്രമം തീരുമാനിക്കാനായിട്ട്. ഇത് പൊതുവെ ഇച്ചി ആയിട്ടുള്ള സ്കിൻ ലീഷൻസിനെല്ലാം കുറച്ച് എഫക്റ്റീവായിട്ടാണ് കണ്ടിട്ടുള്ളത് ഈ സൂര്യ സ്നാനം എന്ന് പറയുന്ന ഈ ഒരു സംഭവം. അപ്പോൾ ഇങ്ങനെ പല രീതിയിൽ നമുക്ക് സൂര്യപ്രകാശത്തിനെ നമുക്ക് ഉപയോഗപ്പെടുത്താനായിട്ട് കഴിയും. അപ്പോൾ ഇതും നമ്മളുടെ പ്രകൃതി ചികിത്സയുടെ ഒരു ഭാഗമായിട്ട് നമ്മൾ പലപ്പോഴും ഉപയോഗിക്കാറുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, സൂര്യപ്രകാശത്തിന് ഇപ്പോൾ നമ്മൾ പേടിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് അത് സൂര്യൻ്റെ കുഴപ്പമല്ല, അതുമല്ലെങ്കിൽ സൂര്യപ്രകാശത്തിൻ്റെയും കുഴപ്പമല്ല, നമ്മളുടെ തന്നെ കുഴപ്പമാണ്. കാരണം അന്തരീക്ഷത്തിൽ ഈ സൂര്യപ്രകാശത്തിലെ മാരകമായിട്ടുള്ള രശ്മികളെ തടയേണ്ട ഓസോൺ എന്ന് പറയുന്ന ഈ ഒരു പാളി, ഈ പാളിയെ തകർത്തത് നമ്മൾ മനുഷ്യർ തന്നെയാണ്. മനുഷ്യർ തന്നെ വലിച്ചു കീറിയ ഈ ഓസോൺ പാളിയാണ്. ഈ ഓസോൺ പാളിയിലൂടെ സൂര്യപ്രകാശം അതിൻ്റേതായിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള ശക്തിയിൽ വരുന്നതിന് അതിന് സൂര്യപ്രകാശത്തിനെ അല്ല കുറ്റം പറയേണ്ടത്, സൂര്യനെ അല്ല കുറ്റം പറയേണ്ടത്, നമ്മളെ തന്നെയാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഈ ഹോളിസ്റ്റിക് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്ക് നമ്മൾ എത്തുന്നത്. കാരണം ഇത് കേവലം മനുഷ്യൻ്റെ ആരോഗ്യം എന്ന് പറഞ്ഞാൽ മനുഷ്യ ശരീരത്തിലേക്ക് കുറച്ചുകൾ മരുന്നുകൾ കഴിക്കുക, അല്ലെങ്കിൽ മനുഷ്യ ശരീരത്തിന് കുറച്ച് ചികിത്സകൾ നടത്തുക എന്നുള്ളതിനേക്കാൾ ഉപരി പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുവാൻ നാച്ചുറോപ്പതി പറയുന്നത് ഇതുകൊണ്ടാണ്. എന്താണ്? പ്രകൃതിയോട് ഇണങ്ങി നിങ്ങൾ എത്രയും പ്രകൃതിയോട് അടുത്ത് ജീവിക്കുന്നുവോ അത്രയും പ്രകൃതിയിൽ നിന്നുണ്ടാകുന്ന തിരിച്ചടികളും കുറയും. ഉദാഹരണത്തിന് ഇപ്പോൾ തന്നെ മാരകമായിട്ടുള്ള ഭൂമി കുലുക്കങ്ങൾ ഉണ്ടാകുന്നു, എർത്ത് ക്വേക്സ്. അതിനൊരു പരിധിവരെ കാരണം നമ്മൾ ഈ ഉണ്ടാക്കി വെക്കുന്ന വലിയ വലിയ ഫ്ലാറ്റുകളും ഇതും നമ്മളുടെ ഭൂമിദേവിയുടെ അന്തരാളങ്ങളിലേക്ക് അതിമാരകമായ രീതിയിലുള്ള പ്രഹരമേൽപ്പിക്കുന്നുണ്ട്. ഇതാണ് പാളികളും മറ്റും അകന്നു പോകാനായിട്ട് ഇതൊരു കാരണമാകുന്നുണ്ട്. അതേപോലെ തന്നെ സമുദ്രവും മറ്റും ഫില്ല് ചെയ്യുന്ന ഇങ്ങനെ പല രീതിയിലുള്ള തെറ്റായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അനുവർത്തിക്കുന്നുണ്ട്. കാട് വെട്ടി നശിപ്പിക്കുന്നു. ഇതെല്ലാം അപ്പോൾ പ്രകൃതിയെ നശിപ്പിക്കുന്നതാണ് പ്രകൃതിയിൽ നിന്ന് മനുഷ്യനെ അകറ്റുന്നത്. പ്രകൃതിയിൽ നിന്ന് അവൻ അകലും തോറും പ്രകൃതിദത്തമായിട്ട് അവൻ ലഭിക്കേണ്ട ആരോഗ്യവും കുറയും. അതേപോലെ തന്നെ പ്രകൃതിദത്തമായിട്ടുണ്ടാക്കിയ പച്ചക്കറികളുടെയും പഴങ്ങളുടെയും അഭാവം നമ്മളിന്ന് ഏതൊരു മീഡിയ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കാണുന്നു അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന വിഷം നിറച്ച പച്ചക്കറി. ഇപ്പോൾ പച്ചക്കറിയും നമുക്ക് ശരി നിങ്ങൾ ധൈര്യമായിട്ട് കഴിക്കൂ എന്ന് പറയാൻ സാധിക്കാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ ഇവിടുത്തെ ഹൈപ്പർ മാർക്കറ്റുകളിലും മറ്റും പോയി കഴിഞ്ഞാൽ പച്ചക്കറി കഴുകി വൃത്തിയാക്കാനുള്ള പ്രത്യേക പാനീയങ്ങളും മറ്റും ഇന്ന് എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മളെ എത്തിച്ചത് നമ്മളുടെ തെറ്റായ ജീവിത രീതികളാണ്, മനുഷ്യന്റെ ധാർഷ്ട്യമാണ് എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് നാച്ചുറോപ്പതി എപ്പോഴും മനുഷ്യനോട് പ്രകൃതിയോട് കൂടുതൽ അടുത്ത് ജീവിക്കാനായിട്ട് പറയുന്നത്. ഇപ്പൊ ഡോക്ടർ നമ്മളിപ്പം മഡിനെ കുറിച്ച് പറഞ്ഞു, വാട്ടറിനെ കുറിച്ച് പറഞ്ഞു, ലൈറ്റ് തെറാപ്പിയെ കുറിച്ച് പറഞ്ഞു, സണ്ണിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് കുറേയേറെ കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പൊ അത് കൂട്ടത്തിൽ നമുക്ക് പലപ്പോഴും എല്ലാവരുടെയും ഇവിടുത്തെ ഒരു പ്രശ്നമാണ് ഒബേസിറ്റി. അപ്പൊ അതിനകത്ത് നമുക്ക് ഒരു ഫാസ്റ്റിംഗ് തെറാപ്പിയെ കുറിച്ച് ഒന്ന് പറയാം. എല്ലാവരുടെയും ഒരു വിചാരം ഈ നാച്ചുറോപ്പതി എന്ന് പറയുമ്പോൾ ഡോക്ടർ നേരത്തെ പറഞ്ഞു പട്ടിണി കിടക്കുക അല്ലെങ്കിൽ ആഹാരം ഇല്ലാത്തൊരവസ്ഥ. അപ്പൊ അതൊന്ന് നമുക്ക് തിരുത്തി എന്താണെന്ന് പറയാം. ഉപവാസം എന്നുള്ളത് ഒരു ചികിത്സയായിട്ട് മനുഷ്യന് കൊടുക്കേണ്ടി വന്ന അവസ്ഥ എത്തിയത് നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നതാണ് എന്നെനിക്ക് പറയേണ്ടി വരും. കാരണം ഏത് മതങ്ങളിലാകട്ടെ, ഏത് മതങ്ങളിലും ഫാസ്റ്റിംഗ് ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറയുന്നുണ്ട്. നമുക്കറിയാം നമ്മളുടെ ഇവിടെ തന്നെ നോമ്പുകാലത്ത് ഉള്ള ഈ ഒരു ഫാസ്റ്റിംഗ് ഇത് യഥാർത്ഥത്തിൽ ശരീരത്തിനും മനസ്സിനും നൽകുന്ന ആത്മീയവും ശാരീരികവുമായിട്ടുള്ള സ്വസ്ഥത അതെടുക്കുന്നവർക്കറിയാം. അത് അപ്പോൾ ഫാസ്റ്റിംഗ് എടുക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി ഞാൻ പലപ്പോഴും ഈ നോമ്പുകാലത്തെ ആരോഗ്യ പരിരക്ഷയെക്കുറിച്ചെല്ലാം പലയിടങ്ങളിൽ ക്ലാസ്സിന് പോകുന്നതാണ്. പലപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്, നോമ്പെടുക്കുക എന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് മനസ്സിൽ, എങ്ങനെയാണ് നോമ്പ് തുറക്കുന്നത് എന്നത്. ഇത് തന്നെ നമ്മൾ ഇതൊരു ചികിത്സാപരമായിട്ടുള്ള ഫാസ്റ്റിങ്ങിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം
ജലപാനം മാത്രം. അപ്പോൾ പല രീതിയിലാണ് ചികിത്സാപരമായിട്ടുള്ള ഫാസ്റ്റിംഗ് നമ്മൾ ചെയ്യുന്നത്. ഇതിൻ്റെ കാലാവധി അനുസരിച്ചിട്ട് ഷോർട്ട് ടൈം ഉണ്ട്, ഇൻ്റർമിറ്റൻ്റ് ഉണ്ട്, അതേപോലെ തന്നെ ലോങ് ടൈം ഉണ്ട്. അതായത് ഷോർട്ട് ടൈം എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തേക്ക്. അത് ഇപ്പോൾ നമ്മൾ തന്നെ പലപ്പോഴും ഉപവാസങ്ങൾ പല രീതിയിലുള്ള തിങ്കളാഴ്ച വ്രതം അങ്ങനെയെല്ലാം പറഞ്ഞ് പല വ്രതങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇത് അങ്ങനെയല്ല. നമ്മൾ ഏതെങ്കിലും 2 രീതിയിൽ ഇത് ചെയ്യാം. വാട്ടർ ഫാസ്റ്റിംഗ് ചെയ്യാം. അതായത് ജലപാനം മാത്രം നടത്തിക്കൊണ്ട് നമുക്ക് ഫാസ്റ്റിംഗ് എടുക്കാം. അതല്ലെങ്കിൽ ഫ്രൂട്ട് ജ്യൂസ് ഫാസ്റ്റിംഗ് ചെയ്യാം. അതായത് ഏതെങ്കിലും ഒരു പഴനീര്. ഇത് പലരും ചെയ്യുന്നത് ഓറഞ്ച് ജ്യൂസ് 9 മണിക്ക് കഴിക്കും, 10 മണിയാകുമ്പോഴേക്കും ഒരു ആപ്പിൾ ജ്യൂസ് കഴിക്കും, 11 ആകുമ്പോഴേക്കും ഒരു ഗ്രേപ്പ് ജ്യൂസ് അടിച്ച്. ഇതല്ല ചെയ്യേണ്ടത്. എപ്പോഴും ഫാസ്റ്റിങ്ങിൻ്റെ ഫലസിദ്ധി നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ഒന്നുകിൽ ആ ഫാസ്റ്റിംഗ് സമയത്ത് പൂർണ്ണമായിട്ട് ശുദ്ധമായ ജലം, അതെങ്ങനെയുള്ള ജലം വേണം? ഫ്രിഡ്ജിലുള്ള ജലം അല്ല വേണ്ടത്. കൂജയിൽ ഒരല്പം രാമച്ചമോ തുളസിയോ മറ്റോ ഇട്ട് അങ്ങനെ ശുദ്ധമാക്കപ്പെട്ട വെള്ളം, ഇത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കുടിച്ചുകൊണ്ട് മണിക്കൂറിൽ ഒരു നേരമെങ്കിലും ഒന്ന് കുടിച്ചുകൊണ്ട് വേണം ഫാസ്റ്റിംഗ് നടത്താനായിട്ട്. ഇനി ഫാസ്റ്റിംഗ് ചെയ്ത് അടുത്ത ദിവസം നിങ്ങൾ ആ ദിവസം മുഴുവൻ ഫാസ്റ്റിംഗ് ചെയ്യുന്നു. അടുത്ത ദിവസം ഇത് ഫാസ്റ്റിംഗ് കഴിഞ്ഞു, ഇന്നലെ ഫാസ്റ്റ് ചെയ്തതല്ലേ, എന്നാൽ രാവിലെ തന്നെ പൊറോട്ടയും മുട്ടക്കറിയും അല്ല കഴിക്കേണ്ടത്. ഫാസ്റ്റിംഗ് തുറക്കുന്നത് എപ്പോഴും ലളിതമായിട്ടുള്ള ഭക്ഷണങ്ങളിലൂടെ വേണം, ദഹിക്കാൻ എളുപ്പമുള്ള ഭക്ഷണങ്ങൾ. അതുമല്ലെങ്കിൽ ആ ഒരു നേരം നിങ്ങൾ പഴവർഗ്ഗങ്ങളോ മറ്റോ കഴിക്കുക. അങ്ങനെ അതേപോലെ തന്നെ ഫാസ്റ്റിങ്ങിൻ്റെ സമയത്ത് ചിലർക്കെങ്കിലും അല്പം ശോധനയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാകും. അങ്ങനെയാണെങ്കിൽ നാച്ചുറലായിട്ടുള്ള എനിമകൾ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇനി അതല്ലെങ്കിൽ രാത്രിയിൽ കിടക്കാൻ നേരത്ത് ചെറുപഴങ്ങളോ അതുമല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പഴനീരോ മറ്റോ ഒന്ന് കഴിച്ച ശേഷം കിടക്കുകയാണെങ്കിൽ രാവിലത്തേക്ക് ശോധന കുറെ കൂടി ക്ലിയർ ആയിക്കൊള്ളും. അതേപോലെ തന്നെ ഫാസ്റ്റിംഗ് എടുക്കുന്ന സമയത്ത് ദിവസേന ഈ നമ്മൾ ഈ ഹിബ് ബാത്ത് എടുക്കുന്നത് വളരെ ഫലപ്രദമായിട്ടാണ് കാണുന്നത്. ഹിബ് ബാത്ത് എടുക്കുമ്പോൾ വയറ് ഇടത്തു നിന്ന് വലതുവശത്തേക്കൊന്ന് പതുക്കെ ഒരു നനഞ്ഞ തുണി കൊണ്ട് ഒന്ന് ഒഴിഞ്ഞുകൂടി കൊടുക്കുകയാണെങ്കിൽ പൊതുവേ ഈ ശരീരത്തിൽ നിന്നുള്ള മാലിന്യങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യാനായിട്ട് അത് വളരെ ഫലപ്രദമായിട്ടാണ് കാണുന്നത്. ഇനി ഫാസ്റ്റിങ്ങിൻ്റെ മറ്റൊന്ന് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ്. അത് സാധാരണ ഒരു 2 മുതൽ 3 ദിവസം വരെയൊക്കെ. അപ്പോൾ ഇതെല്ലാം തന്നെ ഫാസ്റ്റിംഗ് ആഴ്ചയിൽ ഒരു നേരമെങ്കിലും ഈ രീതിയിൽ ഒന്നുകിൽ പഴങ്ങൾ മാത്രമെങ്കിലും കഴിച്ച് ഒന്ന് നിൽക്കുന്നത് ശരീരത്തിനെ ഒന്ന് കാം ഡൗൺ ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും സഹായിക്കും. ഇത് പറയാനുള്ള കാരണം പലപ്പോഴും നമ്മളുടെ തലച്ചോറിന് വിശ്രമം കൊടുക്കുന്നുണ്ട് അല്ലേ. അതേപോലെ തന്നെ കൈകാലുകൾക്കെല്ലാം ഒന്ന് ഉറങ്ങുമ്പോൾ വിശ്രമം ലഭിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ഉറങ്ങുമ്പോഴും പാവം ഉദരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. കാരണം രാത്രിയിൽ കഴിച്ച മട്ടൻ ചാപ്സും പൊറോട്ടയും ദഹിപ്പിക്കാനായിട്ട് രാത്രി മുഴുവൻ കിടന്ന് കറങ്ങിയാലാണ് ഇതൊന്ന് ദഹിച്ചു കിട്ടുള്ളൂ. അപ്പോഴേക്കും അടുത്ത ബൾക്ക് എത്തുകയായി. അപ്പോൾ ഉദരത്തിനും അല്പം വിശ്രമം ആവശ്യമാണ്. ഈ ഒരു വിശ്രമം പകരുക എന്നുള്ളതാണ് നമ്മൾ ഫാസ്റ്റിങ്ങിലൂടെ ചെയ്യുന്നത്. അപ്പോൾ ഫാസ്റ്റിംഗ് എടുക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി ഏറ്റവും പ്രധാനം എങ്ങനെ ഫാസ്റ്റിംഗ് നിങ്ങൾ തുറക്കുന്നു, അതുമല്ലെങ്കിൽ ഫാസ്റ്റിങ്ങിന് ശേഷമുള്ള ആദ്യത്തെ ഭക്ഷണം എന്നുള്ളത് വളരെ ഇതിൽ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. അതേപോലെ തന്നെ ഇനി ഒബേസിറ്റി, ഇപ്പോൾ ചോദിച്ച ഒരു ചോദ്യം, അമിതവണ്ണമുള്ളവർക്ക് തീർച്ചയായിട്ടും ഫാസ്റ്റിംഗ് നല്ലതാണ്. പക്ഷേ ഈ ഫാസ്റ്റിംഗ് തെറാപ്പി നല്ലതാണ് എന്ന് പറഞ്ഞ് പലരും അൺസയൻറ്റിഫിക് ഫാസ്റ്റിങ്ങിലേക്ക് പോകുന്നു. ഇതാണ് ഇപ്പോൾ ഈ അനോറക്സിയ നെർവോസ എന്നെല്ലാം പറഞ്ഞ് പല കുട്ടികളിലും കാണുന്ന ഒരു പ്രശ്നമാണ്. അതായത് ഭക്ഷണത്തിനോട് പേടി. ശരീരം മെല്ലിക്കാനുള്ള ഈ ഒരു പരിശ്രമത്തിൽ പോഷകാംശങ്ങളൊന്നും കഴിക്കാതെ വെറുതെ പട്ടിണി കിടന്ന് പച്ചവെള്ളം പോലും ജലപാനം പോലും കഴിക്കാതെ, അതേപോലെ ക്രാഷ് ഡയറ്റിംഗ്, അത് വലിയൊരു തെറ്റാണ്. പലപ്പോഴും ഇന്ന് വെയിറ്റ് കുറയ്ക്കാനായിട്ട് 10 ദിവസത്തേക്ക് അല്ലെങ്കിൽ 15 ദിവസത്തേക്കുള്ള ക്രാഷ് ഡയറ്റിംഗ് ആണ് ചെയ്യുന്നത്. തെറ്റായിട്ടുള്ള ഭക്ഷണക്രമങ്ങൾ കുറേ അടിച്ചു കയറ്റി യാതൊരു ന്യൂട്രിയൻസും ഇതുമില്ലാത്ത ഭക്ഷണം കഴിച്ച ഏറ്റവും ഒടുവിൽ ഇതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ആയിട്ട് പലപ്പോഴും ഉണ്ടാകുന്നത് ക്രോണിക് ആയിട്ടുള്ള കോൺസ്റ്റിപ്പേഷൻ, മലബന്ധം, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുമായിട്ട് ധാരാളം പേർ വരുന്നുണ്ട്. അപ്പോൾ ഫാസ്റ്റിംഗ് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത് സയൻറ്റിഫിക് ആയിട്ട് ശരീരത്തിന് പൂർണ്ണമായും, അതേപോലെ ഫാസ്റ്റിങ്ങിൻ്റെ സമയത്ത് മനസ്സ് വല്ലാതെ ടെൻഷൻ അടിപ്പിക്കുക, ശരീരത്തിന് കൂടുതൽ കായിക അഭ്യാസം കൊടുക്കുക. അപ്പോൾ ഏറ്റവും നല്ലത് എല്ലാവരും വെള്ളിയാഴ്ചകളിലാണ് അടിച്ചു പൊളിക്കാനും ഭക്ഷണം പുറത്തുപോയി കഴിക്കാനും ഉപയോഗിക്കുന്നതെങ്കിൽ ഇവിടെ നമുക്ക് വെള്ളിയാഴ്ചയാണ് അവധിയുള്ളത്. ആ ദിവസം ഫാസ്റ്റിംഗ് ചെയ്യുകയായിരിക്കും കൂടുതൽ ഉത്തമം. കാരണം അന്നാണ് ശരീരത്തിനും പൂർണ്ണമായിട്ട് റെസ്റ്റ് ഉള്ളത്. ശരീരത്തിന് റെസ്റ്റ് ഉള്ള, അതായത് ബാഹ്യമായിട്ട് വലിയ ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യേണ്ടാത്ത അവസ്ഥയിൽ ആന്തരികമായിട്ടും റെസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഫലസിദ്ധി കൂടുതലായിട്ട് കൂടുമെന്നുള്ളതാണ്. അതേപോലെ തന്നെ കുറച്ച് ദിവസമെല്ലാം ലീവ് ഉള്ളപ്പോൾ മാത്രം ലോങ് ടൈം ഫാസ്റ്റിങ്ങും മറ്റും ട്രൈ ചെയ്യുക. അതല്ലാതെ രാവിലെ മുതൽ വൈകിട്ട് വരെ ചിന്തിച്ചും
അധ്വാനിച്ചും നിൽക്കേണ്ട ആളുകൾ ശരി ഈ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു കുറച്ച് ദിവസം ഫാസ്റ്റിംഗ് എടുക്കാൻ, എന്നാൽ നാളെ മുതൽ എന്നുള്ള രീതിയിലേക്ക് ഫാസ്റ്റിംഗ് എടുക്കാതിരിക്കുക. സയൻറ്റിഫിക് ആയിട്ടുള്ള ഫാസ്റ്റിങ്ങിന് അതിൻ്റേതായിട്ടുള്ള നിയമാവലികളുണ്ട്. ഏതെല്ലാം അവസ്ഥകളിൽ ഇത് ചെയ്യാൻ പാടില്ല. ഉദാഹരണത്തിന് ഡയബറ്റിക് പേഷ്യൻസ്, അവർക്ക് ഇപ്പോൾ ഇൻസുലിനും മറ്റും കഴിച്ചുകൊണ്ടിരിക്കുന്നവർ ശരി ഫാസ്റ്റിംഗ് നല്ലതാണെന്ന് പറഞ്ഞ് ഉടൻ തന്നെ ഭക്ഷണം നിർത്തുന്ന വലിയ മാരകമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ടാണ് മെഡിക്കലി ഇതിനെക്കുറിച്ച് അറിയാവുന്ന ഒരാളുടെ നേതൃത്വത്തിൽ മാത്രം വേണം. അതുമല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ ഡോക്ടറുടെ പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രം ഈ പറഞ്ഞ രീതിയിലുള്ള ചികിത്സാപരമായിട്ടുള്ള ഫാസ്റ്റിംഗ് അങ്ങനെയുള്ള അവസ്ഥകളിൽ മാത്രമാണ് അത്. എത്ര അസുഖങ്ങളില്ലാത്തവരും എപ്പോഴും ഒരു ഡോക്ടറുടെ നേതൃത്വത്തിൽ മാത്രം ഇത് അനുഷ്ഠിക്കുന്നതായിരിക്കും കൂടുതൽ ഉത്തമം. ഓക്കെ ഡോക്ടർ, അപ്പോൾ നമുക്ക് പ്രോഗ്രാം വൈൻഡ് അപ്പ് ചെയ്യേണ്ട സമയമാണ്. നമുക്ക് നാച്ചുറോപ്പതി ട്രീറ്റ്മെന്റിനെ കുറിച്ച് ഇനിയും കുറേ ഏറെ പറയാനുണ്ട്. പക്ഷേ നമുക്കത് എന്താണ് സമയപരിമിതി കൊണ്ട് എല്ലാം ഒന്നും കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചില്ല. എന്നാൽ ഇന്ന് നമ്മൾ പഞ്ചഭൂതങ്ങളെ കുറിച്ചുള്ളതിനെ കുറിച്ച് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. പിന്നെ ഒരു സ്ലിമ്മിംഗ് തെറാപ്പിയെ കുറിച്ച് എല്ലാവർക്കും ഇപ്പോൾ സംശയമുള്ളതാണ്. നമുക്ക് ഇനി ഏതെങ്കിലും ഒരു ദിവസം ഈ ഒരു ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു കൊടുക്കാം. ഇവിടെയുള്ള പലരുടെയും ഒരു പ്രശ്നമാണ് ഒബേസിറ്റി. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കാം. അപ്പം ഇവിടെ വന്ന് ഇത്രയും കാര്യങ്ങൾ ഷെയർ ചെയ്തതിന് താങ്ക് യു സോ മച്ച്. പ്രേക്ഷകർക്ക് ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എന്നോടൊപ്പം ഉണ്ടായിരുന്ന ഡോക്ടർ ദിനേശ് കത്തയാണ്. അദ്ദേഹം ഓറ ആയുർവേദിക് ആൻഡ് യോഗ സെന്ററിലെ ചീഫ് കൺസൾട്ടന്റും മാനേജിംഗ് ഡയറക്ടറുമാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും പ്രയോജനപ്പെട്ടു എന്ന് വിശ്വാസത്തോടെ നന്ദി, നമസ്കാരം.